ACMS വെബ് ആപ്ലിക്കേഷനിൽ ടോക്കൺ എങ്ങനെയാണ് ചേർക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി കസ്റ്റമറുടെ മൊബൈൽ നമ്പറും കസ്റ്റമറുടെ പേരും നിർബന്ധമായും ചേർക്കേണ്ടതാണ്. എന്നാൽ മറ്റു വിവരങ്ങൾ ഓപ്ഷണലാണ്. പേരും വിവരങ്ങളും ചേർത്തതിനു ശേഷം കസ്റ്റമർക്ക് ആവശ്യമായ സർവീസിന്റെ കാറ്റഗറി സിലക്ട് ചെയ്യും. തുടർന്ന് വരുന്ന സർവീസ് ലിസ്റ്റിൽ നിന്ന് സർവീസ് ഐറ്റം സിലക്ട് ചെയ്യും. ടോക്കൺ എടുക്കുന്ന കസ്റ്റമർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോറിറ്റി നൽകേണ്ടതുണ്ടെങ്കിൽ പ്രയോറിറ്റി ചേർക്കാവുന്നതാണ്. പ്രയോറിറ്റി ചേർത്ത ടോക്കണുകളെ ലിസ്റ്റിൽ നിന്ന് വേഗത്തിൽ തിരിച്ചറിയാനാകുന്നതാണ്. തുടർന്ന് ആഡ് ടോക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടോക്കൺ ചേർക്കാവുന്നതാണ്. ഒരേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒന്നിലധികം കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യേണ്ടപ്പോൾ അവരുടെ ഫസ്റ്റ് നെയിം മാറ്റം വരുത്തി ചേർക്കാവുന്നതാണ്. ഇപ്രകാരം ഒരു വീട്ടിലെ ഒന്നിലധികം ആളുകൾക്ക് ഒരേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അവരുടെ ടോക്കൺ ആഡ് ചെയ്യാവുന്നതാണ്. നിലവിലുള്ള കസ്റ്റമറെങ്കിൽ മൊബൈൽ നമ്പറും പേരുമൊക്കെ അടിക്കുന്നതിനനുസരിച്ച് ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ വരുന്ന ലിസ്റ്റിൽ നിന്ന് കസ്റ്റമറെ സിലക്ട് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്ത ടോക്കണുകൾ ഈ പേജിന്റെ താഴെയായി ടേബിളിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം ഏതാനും ആക്ഷൻ ബട്ടണും കാണാവുന്നതാണ്. ഇതിൽ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറുടെ സർവീസ് നൽകാവുന്നതാണ്. അത് എല്ലാ സ്റ്റാഫിനും കാണാവുന്ന രീതിയിൽ അവരുടെ വ്യൂ അപ്ഡേറ്റ് ആകുന്നതാണ്. മുകൾ ഭാഗത്തുള്ള മെനുവിൽ വ്യൂ ടോക്കൺ എന്ന മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 4 ടേബിളുകളോട് കൂടിയ ഒരു പേജ് വരുന്നതാണ്. ഓരോ ടേബിളിലായി പുതിയ ടോക്കണുകളും പ്രോസസിംഗ് ടോക്കണുകളും വെയിറ്റിംഗ് ഫോർ പേയ്മെന്റ് ടോക്കണുകളും റിട്ടേൺഡ് ടോക്കണുകളും കാണാവുന്നതാണ്. ഇതിൽ എല്ലാ ടോക്കൺ ലിസ്റ്റിലും ഏതാനും ആക്ഷൻ ബട്ടണുകൾ കാണാവുന്നതാണ്. ഇതിൽ പുതിയ ടോക്കൺ ലിസ്റ്റിൽ ഏതാനും ആക്ഷൻ ബട്ടണുകൾ നൽകിയിരിക്കുന്നു. ഇവയാണ്: എഡിറ്റ് ടോക്കൺ, കോൾ ടോക്കൺ, മാർക്ക് നെക്സ്റ്റ് ടോക്കൺ, ഡിലീറ്റ് ടോക്കൺ, പ്രിന്റ് ടോക്കൺ, അനൗൺസ് ടോക്കൺ, ആഡ് റിമാർക്ക് ഓൺ ടോക്കൺ. ഇതിൽ അനൗൺസ് ടോക്കൺ ക്ലിക്ക് ചെയ്താൽ ആ ടോക്കൺ ഏത് കൗണ്ടറിലേക്കാണ് പോകേണ്ടത് എന്ന് അനൗൺസ് ചെയ്യുന്നതാണ്. ഇതിൽ പ്രിന്റ് ടോക്കൺ കൊടുത്ത് നമുക്ക് ടോക്കൺ പ്രിന്റ് എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കാവുന്നതുമാണ്. ഒരു 2 ഇഞ്ച് തെർമൽ പ്രിന്റർ ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിൽ ഭംഗിയുള്ള ടോക്കൺ പ്രിന്റ് നൽകാവുന്നതാണ്. റിമാർക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ടോക്കണിൽ റിമാർക്ക് ചേർക്കുന്നതിനും സാധിക്കുന്നതാണ്. ഇത് പിന്നീട് മറ്റ് റെഫറൻസായി ഉപയോഗിക്കാനാകുന്നതാണ്. ഡിലീറ്റ് ടോക്കൺ ക്ലിക്ക് ചെയ്താൽ അഡ്മിൻ ടോക്കൺ റിമൂവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടോക്കൺ എന്നത് നമ്മൾ അടുത്ത ടോക്കണെ ആരാണ് വിളിക്കുന്നത് എന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ എഡിറ്റ് ടോക്കൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടോക്കൺ ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ സർവീസ് പ്രോസസിംഗ് ടോക്കൺ ടേബിളിലേക്ക് മാറുന്നതാണ്. അതുകൂടാണ്ട് നമ്മൾ സർവീസ് കൊടുക്കേണ്ട വെബ്സൈറ്റ് തുറന്നു വരുന്നതും ആയിരിക്കും. പ്രോസസിംഗ് ടോക്കൺ ലിസ്റ്റിൽ ഏതാനും ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലും എഡിറ്റ് ബട്ടൺ, ഹോൾഡ് ബട്ടൺ, ക്ലോസ് ബട്ടൺ എന്നിവ നൽകിയിരിക്കുന്നു. ഇതിൽ ഹോൾഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് മറ്റൊരു ടോക്കൺ കൂടി വിളിക്കേണ്ടി വരുമ്പോൾ, അതായത് വിളിച്ചു വച്ചിരിക്കുന്ന ടോക്കൺ ക്ലോസ് ചെയ്യാതെ തന്നെ മറ്റൊരു ടോക്കണും കൂടി വിളിക്കേണ്ടി വരുമ്പോൾ ഹോൾഡ് ക്ലിക്ക് ചെയ്ത് അടുത്ത ടോക്കൺ വിളിക്കാവുന്നതാണ്. അതുപോലെ റിട്ടേൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാനും ഓപ്ഷനുകൾ വരുന്നതാണ്. സർവീസ് കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്ത അവസരത്തിലാണ് റിട്ടേൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ നീഡ് നോട്ട് പ്രോസസ്, ലാക്ക് ഓഫ് ഡോക്യുമെന്റ്, കസ്റ്റമർ നോട്ട് പ്രസന്റ്, ടെക്നിക്കൽ ഇഷ്യൂ എന്നിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ റിട്ടേൺ ലിസ്റ്റിലേക്ക് ടോക്കൺ മാറുന്നതാണ്. അവിടെ എന്ത് കാരണം കൊണ്ടാണ് അത് മടക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വീണ്ടും നമുക്ക് നെക്സ്റ്റ് മാർക്ക് ചെയ്യാൻ, അതുപോലെ കോൾ ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ റിട്ടേൺ ആക്കിയത് എന്തേലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താവുന്നതാണ്. അതുപോലെ കസ്റ്റമർ വന്ന് തിരിച്ചു വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വ്യൂ ടോക്കൺ പേജിലെ ഏത് കസ്റ്റമറുടെയും ഡീറ്റെയിൽസ് കാണണമെങ്കിൽ അവരുടെ കസ്റ്റമർ ഐഡിയിൽ ക്ലിക്ക് ചെയ്താൽ മതി. നാം ചേർത്ത് വെച്ചിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ കാണാനാകുന്നതാണ്. ഇത് കസ്റ്റമറെ വേഗത്തിൽ ബന്ധപ്പെടുന്നതിന് സഹായിക്കും. അതുപോലെ നാം കസ്റ്റമർക്ക് വേണ്ടി ചേർത്തിട്ടുള്ള സർവീസ് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ സർവീസ് ചെയ്യേണ്ട ലിങ്ക് അപ്പോൾ തന്നെ തുറന്നു വരുന്നതുമാണ്. അതിനാൽ ഏത് സമയത്തും വളരെ അനായാസം വെബ്സൈറ്റുകൾ തുറന്നു നോക്കുന്നതിനും അപേക്ഷകൾ ചെയ്യുന്നതിനും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനും കഴിയുന്നതാണ്. അതുപോലെ ഒരു വർക്ക് അക്ഷയയിൽ പെൻഡിംഗ് വെക്കുന്ന സാഹചര്യമുണ്ടായാൽ റിട്ടേണിൽ നമുക്ക് അക്ഷയ പെൻഡിംഗ് സെലക്ട് ചെയ്താൽ മതി. അവിടെ നമുക്ക് അഡ്വാൻസ് മേടിക്കണമെങ്കിൽ അപ്രോക്സിമേറ്റ് സർവീസ് ചാർജ് ചേർത്ത് ആഡ് പെൻഡിംഗ് വർക്ക് ക്ലിക്ക് ചെയ്താൽ ക്യാഷ് കളക്ട് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. അവിടെ ക്യാഷ് കളക്ട് ചെയ്തു കഴിഞ്ഞാൽ സർവീസ് അഡ്വാൻസ് മേടിച്ച് പെൻഡിംഗ് വെച്ച് സർവീസ് ആക്കി മാർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റിട്ടേൺ ഇട്ടതിൽ അക്ഷയ പെൻഡിംഗ് വർക്കുകളെ നമ്മൾ വീണ്ടും ചേഞ്ച് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ
അതിൽ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽസ് പേജ് ആണ് നമുക്ക് ലഭിക്കും. അതിൽ റീഫണ്ട് ചെയ്യുന്നതിനും അതുപോലെ കൂടുതൽ അഡ്വാൻസ് മേടിക്കുന്നതിനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഒരു സർവീസ് കംപ്ലീറ്റ് ആയാൽ ക്ലോസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻവോയ്സ് ആഡ് ചെയ്യുന്നതിനുള്ള ഒരു പേജ് വരുന്നതാണ്. അതിൽ നമുക്ക് സർവീസ് ചാർജ്, ട്രാൻസാക്ഷൻ എമൗണ്ട്, അതുപോലെ ഏത് ബാങ്കിൽ നിന്നാണ് ട്രാൻസാക്ഷൻ എമൗണ്ട് യൂസ് ചെയ്തത്, അതോടൊപ്പം തന്നെ ട്രാൻസാക്ഷൻ ബാങ്കിംഗ് ചാർജ് ഉണ്ടോ, അതുപോലെ തന്നെ സർവീസിന് എക്സ്ട്രാ ബാങ്കിംഗ് ചാർജ് ഉണ്ടോ എന്നിവയൊക്കെ ചേർത്ത് ക്ലോസ് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒന്നിലധികം സർവീസുകളെ ആഡ് ചെയ്യാവുന്നതുമാണ്. ക്ലോസ് ചെയ്യുന്നതോടുകൂടി ആ ടോക്കൺ വെയിറ്റിംഗ് ഫോർ പേയ്മെന്റ് ടേബിളിലേക്ക് മാറുന്നതാണ്. അവിടെ ഉള്ള ക്യാഷ് കളക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്യാഷ് കളക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം റെസീപ്റ്റും നൽകാവുന്നതാണ്. കളക്ട് ക്യാഷ് ചെയ്യുമ്പോൾ നമുക്ക് പാർഷ്യൽ ക്യാഷ്, ഫുൾ ക്യാഷ് എന്നിങ്ങനെയും അതുപോലെ ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ബാങ്കിലേക്ക് ആണോ അല്ലെങ്കിൽ ക്യാഷ് ആയും ബാങ്കിലേക്കുമായാണോ തുക തരുന്നത് എന്നിങ്ങനെ ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് ക്യാഷ് കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ക്യാഷ് കളക്ട് ചെയ്തതിന്റെ റെസിപ്റ്റും കസ്റ്റമർക്ക് നൽകാവുന്നതാണ്. അതുവഴി കൃത്യമായ സാമ്പത്തിക റിപ്പോർട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ കംപ്ലീറ്റ് ആക്കിയ സർവീസിൽ നമുക്ക് റിമൈൻഡർ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് പിന്നീട് ആ സർവീസിലെ പുതുക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് വേണ്ടത് എന്നിങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് റിമൈൻഡർ സെറ്റ് ചെയ്തു വയ്ക്കാവുന്നതാണ്. സെറ്റ് ചെയ്ത സമയത്ത് നമുക്ക് നമ്മുടെ ഇൻബോക്സിൽ റിമൈൻഡർ ലഭിക്കുന്നതാണ്. ഇതുപയോഗിച്ച് ഫുഡ് സേഫ്റ്റി ഇൻഷുറൻസ്, ടാക്സ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ലേബർ എന്നിങ്ങനെ ഇടവേളകളിൽ പുതുക്കേണ്ട സർവീസ് ചെയ്യുന്ന കസ്റ്റമറെ കൃത്യമായി റിട്ടേൺ ചെയ്യാവുന്നതാണ്. ടോക്കൺ റിപ്പോർട്ട് എടുത്താൽ അതിൽ കംപ്ലീറ്റ് ടോക്കൺ, റിട്ടേൺഡ് ടോക്കൺ എന്നിങ്ങനെ 2 മെനു ബട്ടണുകൾ കാണാം. അതിൽ കംപ്ലീറ്റ് എടുത്താൽ അതിന് താഴെയായി പെയ്ഡ് ടോക്കൺ, നോട്ട് പെയ്ഡ്, പാർഷ്യലി പെയ്ഡ്, അഡ്വാൻസ് പെയ്ഡ് എന്നിങ്ങനെ ബട്ടണുകൾ കാണാം. ഓരോന്ന് സെലക്ട് ചെയ്ത് അതത് സെക്ഷനുകളിൽ വന്ന റിപ്പോർട്ട് കാണാവുന്നതാണ്. അതുപോലെ റിട്ടേൺ ചെയ്തവയുടെ ലിസ്റ്റിൽ നിന്ന് റിട്ടേൺ ആയ ഓരോ തരം ടോക്കൺ നമുക്ക് കാണാവുന്നതാണ്.